إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات ഇന്ന് ലോകത്തുള്ള മുസ്ലിമുകളെ എടുത്തു പരിശോധിച്ചാൽ ബഹുഭൂരിഭാഗം ആളുകളും ശിർക്കിലും ബിദ്അത്തിലും അതേപോലെ ഹറാമുകളിലൂടെയും മുഴുകി ജീവിക്കുന്ന ആളുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാലം അടുക്കും തോറും, ഖിയാമത്ത് നാൾ അടുക്കും തോറും ചപ്പുചവറുകളെ പോലെ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നും, എന്നാൽ തൗഹീദില്ലാത്ത, ഇനി തൗഹീദുള്ളവർ തന്നെ ഹറാമുകളിലൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിക്കാനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും പരലോകത്ത് രക്ഷപ്പെടാനും അവന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ലോകാവസാനത്തെ കുറിച്ചുള്ള ഒരു അവന്റെ ചിന്ത എന്നുള്ളത്. എല്ലാ മുസ്ലിമുകളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, ഖിയാമത്ത് നാളുണ്ട്. അതുപോലെ തന്നെ ആ ഖിയാമത്ത് നാളിന് മുമ്പേ മറ്റൊരു ഖിയാമത്തുണ്ട്, അഥവാ ഓരോരുത്തരും മരണപ്പെടുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിലൊക്കെ ഇതൊക്കെ വന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പല അടയാളങ്ങളും, ധാരാളക്കണക്കിന് ചെറിയ അടയാളങ്ങൾ വന്നു കഴിഞ്ഞുപോയി. ചിലതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റു ചില ദൃഷ്ടാന്തങ്ങൾ നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടി, തിന്മകൾ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല സൂര്യഗ്രഹണമായും ചന്ദ്രഗ്രഹണമായും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ ഹറാമിലൂടെ, കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ വരാതെ, ഹറാമിന്റെ പലിശയിലൂടെയും, അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഔറത്ത് മറക്കാതെ ആണും പെണ്ണും കൂടിക്കലരുന്ന തോന്നിവാസങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക ഒരു സ്ത്രീയുടെ വേഷവിധാനം ഔറത്ത് മറക്കാതെ ബഹുഭൂരിഭാഗം സ്ത്രീകളും ഇന്ന് നടുറോട്ടിലൂടെയും അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്
പല ദൃഷ്ടാന്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രഹണങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാ? അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി അള്ളാഹു ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവസരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്ന സ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ. വഅന്ന സ്സാഅ, അന്ത്യദിനം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അന്ത്യദിനം അത് വരുന്നത് തന്നെയാണ്. ലാ റൈബ ഫീഹാ, അതിൽ യാതൊരു സംശയവുമില്ല. ആ ഖിയാമത്ത് നാളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ തിന്മകളിൽ നിന്ന് മടങ്ങാനും അതിനെക്കുറിച്ചുള്ള ഭയത്താൽ അമലുകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളെ സംബന്ധിച്ചും ഖിയാമത്ത് നാളിന് മുന്നോടിയായി ഉണ്ടാകുന്ന ഫിത്നകളെ സംബന്ധിച്ചും മുസ്ലിമുകളായ നമ്മൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹും യറൗനഹു ബഈദ. അവിശ്വാസികളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഖിയാമത്ത് നാളിനെ വളരെ വിദൂരമായിട്ടാണ് അവർ കാണുന്നത്, മനസ്സിലാക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനറാഹു ഖരീബ, നാം അതിനെ മനസ്സിലാക്കുന്നത് അത് വളരെ അടുത്തായിട്ടാണ് എന്നാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അൽ മുഅ്മിനൂന യഅതഖിദൂന കൗനഹു ഖരീബ. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ വളരെ അടുത്താണ്, വളരെ ഖരീബാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. വഇൻ കാന ലഹു അമദുൻ ലാ യഅലമുഹു ഇല്ലല്ലാഹ്. അതിനൊരു പരിധിയുണ്ട്, പക്ഷെ ആ പരിധി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയുകയുള്ളൂ അത് എന്നാണ് സംഭവിക്കുക എന്നുള്ളത്. ലാകിൻ കുല്ലു മാ ഹുവ ആതിൻ ഫഹുവ ഖരീബ്. പക്ഷേ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫഹുവ ഖരീബ്, അത് വളരെ അടുത്താണ്. വവാഖിഉൻ, അത് സംഭവിക്കുന്നതാണ്. ലാ മഹാല, ഇതിലൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ അവസ്ഥ എന്താ? വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. വഹും, ആളുകൾ ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ, അശ്രദ്ധയിലായിക്കൊണ്ട് പിന്തിരിഞ്ഞു കളയുകയാണ്. നാളെ പരലോകത്തേക്ക് വേണ്ടിയുള്ള അമലുകൾ ചെയ്യുന്നില്ല. ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ വല്ല രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ധാരാളം സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് ആളുകൾക്ക് ഏറ്റവും വലിയതായി കാണുന്നത്. അതിനുവേണ്ടി പരലോകത്തെ പല കാര്യങ്ങളും മറക്കുകയാണ്. നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വിശദീകരിച്ചു, ഹാദാ തംബീഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഉണർത്തലാണ്. മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഉണർത്തലാണ്. അലാ ഖിറാബിസ് സഅ, അന്ത്യദിനം അടുത്തിട്ടുണ്ട്. വദുരുവിഹ, അത് അടുത്താണുള്ളത്. വഅന്ന അന്നാസ ഫീ ഗഫ്ലത്തിൻ അൻഹാ, ജനങ്ങൾ ആ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം ഐലാ യഅമലൂന ലഹാ. ആ ഖിയാമത്ത് നാളിന് വേണ്ടി അത് കഴിഞ്ഞാൽ വിചാരണ ചെയ്യപ്പെടുമ്പോ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി ദുനിയാവിൽ അവൻ എത്രത്തോളം അമലുകൾ ചെയ്യുന്നുണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചവൻ അശ്രദ്ധനാണ്. വലാ യസ്തഇദ്ദൂന മിൻ അജ്ലിഹാ, ആ ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടാൻ വേണ്ടി, പരലോകത്തെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമലുകൾ തയ്യാറാക്കി വെക്കുന്നതിലും അവൻ വീഴ്ച വരുത്തുന്നവനാണ്. അവൻ അതിനു വേണ്ടി തയ്യാറായിട്ടില്ല. ഇമാം അബുൽ അത്താഹിയ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അന്നാസു ഫീ ഗഫലാതിഹിം, ജനങ്ങൾ ദുനിയാവിൽ സമ്പത്തുകളും സന്താനങ്ങളും വലിയ വലിയ പാർപ്പിടങ്ങളും വലിയ വലിയ കച്ചവടങ്ങളും ഉണ്ടാക്കണമെന്ന തിരക്കിലാണ്, അശ്രദ്ധയിലാണ് അവർ. എന്നാൽ വറഹൽ മനിയത്തി തത്ഹനു, മരണത്തിന്റെ ആട്ടുകല്ല് അത് പൊടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ മരണത്തെക്കുറിച്ചുള്ളതിൽ നിന്നും അശ്രദ്ധരാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? ആ സമയത്ത് മഹാനായ അബുൽ അത്താഹിയ റഹ്മഹുല്ലാഹ് ഈ ആയത്താണ് ഓതി കൊടുത്തിട്ടുള്ളത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണേ. വൽതൻസുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ നഫ്സുകളും ഓരോ മനുഷ്യരും നാളേക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്താണ് അമലാക്കി വെച്ചിട്ടുള്ളത് എന്ന്
അവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അവൻ നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം അറിയുന്നവനാകുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളേക്ക് വേണ്ടി നമ്മൾ അമലുകൾ ചെയ്യാൻ അല്ലാഹു പല സ്ഥലങ്ങളിൽ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അന്ത്യദിനം എന്നൊരു കാര്യം നമ്മുടെ മുമ്പിൽ വരാനിരിക്കുകയാണ്. അതേപോലെ തന്നെ മരണം എന്നൊരു കാര്യവും എല്ലാ വ്യക്തിക്കും വരുന്നതാണ്. ഇന്ന് മരിച്ചാൽ, നാളെ മരിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ഉപകാരപ്പെടുന്ന അമലുകൾ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇന്നത്തെ അവസ്ഥ എന്താണ് ശരിക്കും നമ്മൾ ചിന്തിക്കണം. ചെറിയ ചെറിയ ഫിത്നകളെപ്പോലും ഭയപ്പെട്ടുകൊണ്ട് ദീനിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ്. ഇത്ര മുസ്ലിം നാമധാരികളാണ്. കുഫാറുകളുടെ തമ്മാടികളുടെ പാർട്ടികളായ പല തീവ്ര സംഘടനയിലും ഇസ്ലാമിന്റെ പേരുള്ള ആളുകളില്ലേ? എന്താ അവർക്കൊക്കെ ഭയം? അവർക്ക് നേതൃത്വമാണ് വേണ്ടത്. ഇവിടെയുള്ള തീവ്ര രാഷ്ട്രീയമായ പല രാഷ്ട്രീയ സംഘടനകളും ഇന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘടനകളിലേക്ക് പോലും മുസ്ലിം പേരുള്ള ആളുകൾ, അല്ലാഹു അലം അവർ തൗഹീദുള്ളവരാരോ നമുക്കറിയില്ല, എങ്കിലും ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാ. എന്തിനു വേണ്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ അവരെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ദുനിയാവിന്റെ വല്ല സ്ഥാനമോ വല്ല രാഷ്ട്രീയ നേതാവോ ദുനിയാവിന്റെ വലിയ തുച്ഛമായ കാര്യത്തിനു വേണ്ടിയാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു ഫിത്നയുണ്ട്. ഖിയാമത്ത് നാളിന് മുമ്പേ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഫിത്ന. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ഫിത്നകളിൽ പോലും ഭയപ്പെട്ട ആളുകൾ തെന്നിപ്പോവുകയാണെങ്കിൽ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മസീഹു ദജ്ജാൽ വന്നാൽ ഈമാനില്ലാത്ത ആളുകളെ സംബന്ധിച്ച് എന്തായിരിക്കും അവരുടെ അവസ്ഥ? നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും മസീഹു ദജ്ജാലിനെ കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാ? ആ ഫിത്നയിൽ അകപ്പെട്ടു പോവാൻ പാടില്ല. ഈമാനുള്ള അല്ലാഹ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഖിയാമത്ത് നാളിന് ശേഷവും രക്ഷപ്പെടണമെന്ന ചിന്തയോടുകൂടി ദുനിയാവിലെ അമലുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളായിക്കൊണ്ടിരിക്കണം. അതിനല്ല ഈമാൻ വേണം. അതല്ലാതെ ചെറിയ ഫിത്നകൾ വരുമ്പോഴേക്കും പേടിച്ചു പോകുന്ന, ദീനിന്റെ പല കാര്യങ്ങളും ഉപേക്ഷിക്കാൻ പോലും ആളുകൾ തയ്യാറാവുകയാണ്. അന്ത്യദിനത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെടുത്ത് കാണാം, സുന്നത്തുകളെ പോലും ആളുകൾ അവഗണിക്കും. സുന്നത്തുകൾ പോയി ഫർദുകളെ പോലും ആളുകൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകളാണ് ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നത്? പുരുഷന്മാർക്ക് ജമാഅത്ത് പള്ളിയിൽ വന്ന് നിർവഹിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ കാര്യവും തന്റെ ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ആളുകൾ എത്രയാണുള്ളത്? ഖബറിലും ശിക്ഷയുണ്ട്, അതിന് പുറമെ നരകത്തിലും ശിക്ഷയുള്ള സംഭവങ്ങളാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും തന്റെ കുടുംബത്തിൽ തന്റെ ഭാര്യ ഔറത്ത് മറച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ ടൈറ്റില്ലാത്ത ലൂസുള്ള പർദയും ആ നിഖാബും ആ രീതിയിൽ ഔറത്ത് മറച്ച് നടക്കുന്ന എത്ര സ്ത്രീകളാണുള്ളത്? വളരെ കുറവാണ്. എന്നുള്ള ആളുകളൊക്കെ എങ്ങനെയാ? ആളുകളുടെ വിചാരം ചുരിദാറിട്ടാൽ അത് ഔറത്ത് വെളിവായി, ഔറത്ത് മറഞ്ഞു എന്നാണ്. പല ആളുകളും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകളാണ്. ഒരു അന്യപുരുഷന്റെ മുമ്പിലുള്ള ഔറത്ത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബഹുഭൂരിഭാഗം അധികവും സ്ത്രീകളാണ് നരകത്തിലെന്ന്. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഈമാനുള്ള ആളുകളായി നമ്മൾ തീരണം. ഏറ്റവും വലിയ ഫിത്ന മസീഹു ദജ്ജാൽ. അവന്റെ ഫിത്നയെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ഈമാനുള്ള ആളുകളായാൽ മാത്രമേ അവന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സഅ, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ ഉള്ള കാര്യം വെച്ച് നോക്കിയാൽ ഖൽഖുൻ അക്ബർ മിനദ് ദജ്ജാൽ, ദജ്ജാലിനേക്കാളും വലിയൊരു ഖൽഖ് സൃഷ്ടിയില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അക്ബർ ഫിത്ന, ഏറ്റവും വലിയ ഫിത്ന ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ നോക്കിയാൽ ഏറ്റവും വലിയ ഫിത്ന ഇന്നുള്ള ഫിത്നയൊന്നും അല്ല. ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് ദജ്ജാലാണ്. അത് അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണമാണ്. അതിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നല്ല ഈമാനുള്ള അമലുള്ള ആളുകളായി ജീവിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ.
വലിയ വമ്പിച്ച ശക്തിയുള്ള വലിയൊരു പരീക്ഷണം തന്നെയാണ്, വലിയൊരു ഫിത്ന തന്നെയാണ് ദജ്ജാലിന്റെ ഫിത്ന. അപ്പൊ അവന്റെ ഫിത്നകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഖിയാമത്ത് നാളിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ തിന്മകളിൽ നിന്നും മാറി ദുനിയാവിന്റെ തുച്ഛ താല്പര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അല്ലാഹുവിനെ അടുക്കാൻ നമുക്കൊരു പ്രേരണയാകും. നമുക്കറിയാം മസീഹു ദജ്ജാൽ ലോകത്തിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച ഒരു സ്ഥലത്ത് നിലകൊള്ളുന്നുണ്ട്. മസീഹു ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹ്. ഒരു നബിയും ഉണ്ടായിട്ടില്ല, എല്ലാ നബിമാരും തന്റെ ഉമ്മത്തിനെ മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവർക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ല അവറൽ കസ്സാബ്, എങ്ങനെയുള്ളവരാ? വളരെ പെരുങ്കള്ളനായ ഒറ്റക്കണ്ണനായ മസീഹു ദജ്ജാലിനെ കുറിച്ച് അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല അറിയണം, ഇന്നഹു അഅവറു, അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്ന റബ്ബക്കും അസ്സ വജല്ല ലൈസ ബിഅഅവർ, അവൻ അല്ലാഹു ആണെന്ന് പറഞ്ഞാണ് വരിക. ഈമാനില്ലാത്ത ദുർബലമാരായ ആളുകളൊക്കെ അവന്റെ ബേക്കിൽ അങ്ങ് പോകും, ആ നാശത്തിൽ അകപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മക്തൂബും ബൈന ഐനൈഹി കഫറ, കഫറ എന്നവന്റെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് സാഹിറായിട്ട് തന്നെ, യഥാർത്ഥത്തിൽ തന്നെ ഉള്ളതാണ്. ഇമാം നവവി റഹ്മഹുല്ലാ പറഞ്ഞു, അസ്സഹീഹു അല്ലദി അലൈഹിൽ മുഹഖിഖൂന അന്ന ഹാദിഹിൽ കിതാബ ലസാഹിരിഹ വ അന്നഹാ കിതാബത്തുൻ ഹഖീഖ ജഅലഹു അല്ലാഹു ആയ. അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അലാമത്തായി, അടയാളമായിട്ട് അല്ലാഹു എഴുതി വെച്ചത് യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ്. കഫറ എന്ന് ശരിക്കുള്ളത് തന്നെയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വയുദ്ഹിറുഹ അല്ലാഹു തആല ലികുല്ലി മുസ്ലിമിൻ കാതിബിൻ വഗൈരി കാതിബിൻ. ഈമാനുള്ള ആളാണോ, ദുനിയാവിൽ അല്ലാഹുവെ ഭയപ്പെട്ട് ജീവിച്ച ആളാണോ, അങ്ങനെയുള്ള ആളാണെങ്കിൽ എഴുത്ത് വായിക്കാൻ അറിയുന്നവനായാലും ശരി, അല്ലാത്തവനായാലും ശരി, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യക്ഷമാക്കി കൊടുക്കും, അവനത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നിർഭാഗ്യം, ഭാഗ്യം കെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ വിദ്യാഭ്യാസമുള്ളവനാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. അപ്പൊ ഒരു മുഅ്മിന് അത് മനസ്സിലാക്കി അവന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ ലോകത്തുണ്ട് എന്ന തെളിവായ ഒരു ഹദീസ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിമും അതുപോലെ തന്നെ പല മുഹദ്ദിസുകളും ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫാത്തിമത്ത ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹാ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദൽ മിംബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിംബറിൽ കയറി. ഫദഹിക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന തമീമന ദാരിയ, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഹദ്ദസനി ബിഹദീസ്, തമീമുദ്ദാരി എന്നോടൊരു സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. ഫഫരിഹ്തു ബിഹി, അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ ഫഅഹബ്ബതു അൻ ഉഹദ്ദിസകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ തമീമുദ്ദാരി അദ്ദേഹം ഒരു കപ്പൽ യാത്രയിൽ കണ്ട സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നബി സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത സംഭവവുമായി അത് യോജിപ്പുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം ഉണ്ടാവാൻ കാരണം. എന്നിട്ട് ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഹദ്ദസനി, അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്ന നാസൻ മിൻ അഹ്ലി ഫിലസ്തീൻ, ഫിലിസ്തീനിൽ നിന്നുള്ള ചില ആളുകൾ, ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ 30 ആളുകൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോവുകയാണ്. റക്കിബു സഫീന ഫിൽ ബഹർ, അവർ കടലിലൂടെ യാത്ര ചെയ്തു പോവുകയായിരുന്നു. 30 ആളുകളും തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുമുണ്ട്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഫജാലതു ബിഹിം ഹത്താ ഖദഫത്ഹും ഫി ജസീറത്തിൻ മിൻ ജസാഇരിൽ ബഹർ, അങ്ങനെ അവർ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അവരെ കപ്പലിനെ കാറ്റ് പിടികൂടുകയും അവരുടെ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അങ്ങനെ അവർ ചുറ്റിത്തിരിഞ്ഞ് കടലിലുള്ള ഏതോ ഒരു ഉപദ്വീപിൽ, ഒരു ദ്വീപിൽ പോയി അവർ ഇറങ്ങുകയും ചെയ്തു. ആ കപ്പൽ അവരെ കൊണ്ട് അവിടെ ഇട്ടു. അവർക്ക് ദിശ തെറ്റി. അങ്ങനെ
അവർ ആ ദ്വീപിൽ ഇറങ്ങുകയാണ്. തമീമുദ്ദാരിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ആ ദ്വീപിൽ ഇറങ്ങുകയാണ്. അവരവിടെ ഇറങ്ങിയപ്പോ അവിടെ ഒരു മൃഗത്തെ അവർ കണ്ടു. ഒരു പ്രത്യേക മൃഗം, ലബ്ബാസ, ധാരാളം വസ്ത്രം ധരിച്ച, നാശിറത്തിൻ ശഅറഹ, മുടികൾ ധാരാളം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ധാരാളം വസ്ത്രം ധരിച്ച എന്ന് പറഞ്ഞത് അത് ഒരു ധാരാളം മുടിയുള്ള, ധാരാളം രോമങ്ങളുള്ള ഒരു മൃഗമായിരുന്നു. അതുകൊണ്ടാണ് അതിനെപ്പറ്റിയാണ് അങ്ങനെ ധാരാളം വസ്ത്രം ധരിച്ച എന്ന് ആലങ്കാരികമായി പറഞ്ഞതാണ്. ധാരാളം മുടിയുള്ള ഒരു പ്രത്യേകം ഒരു മൃഗമായിരുന്നു അത്. അപ്പോ ഫഖാലു, അവർ ചോദിച്ചു, മാ അൻതി, ആരാണ് നീ? ഫഖാലത്ത്, അപ്പൊ ആ മൃഗം ദാബ പറഞ്ഞു, അനൽ ജസ്സാസ, ഞാനാണ് ജസ്സാസ. ഈ ജസ്സാസ് ആരാണ് എന്നതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ജസ്സാസ എന്ന് പേര് വരാൻ കാരണം? മസീഹുദ് ദജ്ജാലിന് വാർത്തകൾ ചാരപ്പണി ചെയ്തു കൊടുക്കുന്ന ആളായത് കൊണ്ടാണ് ജസ്സാസ എന്ന് പേര് പറയാൻ കാരണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു വന്നതും കാണാൻ സാധിക്കും. ഖിയാമത്ത് നാളിന്റെ അവസാനമായി ദാബത്തുൽ അർദ് എന്നൊരു മൃഗം വരും. അലാമത്തുൽ കുബ്ര, വലിയ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഖുർആനിൽ പറഞ്ഞ ദാബത്തുൽ അർദാണ് ജസ്സാസ എന്നും റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. അല്ലാഹു ആലം. ഏതായാലും അനൽ ജസ്സാസ, ഞാൻ ജസ്സാസയാണെന്ന് പറഞ്ഞു. അപ്പൊ ഖാലു, തമീമുദ്ദാരിയും കൂട്ടരും ചോദിച്ചു, ഫഅഖ്ബിരീന, ഞങ്ങൾക്ക് നീ കാര്യം അറിയിച്ചു തരുക. അപ്പോ ഖാലത്ത്, ആ ജസ്സാസ പറഞ്ഞു, ലാ ഉഖ്ബിറുക്കും വലാ അസ്തഖ്ബിറുക്കും, നിങ്ങൾക്ക് ഞാൻ ഒന്നും പറഞ്ഞു തരികയുമില്ല, നിങ്ങളോട് ഞാൻ ഒന്നും ആവശ്യപ്പെടുകയുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ വലാകിൻ ഇതു അഖ്സൽ ഖറിയ, ഈ ഗ്രാമത്തിന്റെ കുറച്ചപ്പുറം മറ്റത്തേക്ക് നിങ്ങൾ ചെല്ലുക. ഫഇന്ന സമ്മ മൻ യുഖ്ബിറുക്കും വയസ്തഖ്ബിറുക്കും, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും നിങ്ങളിൽ നിന്ന് കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ തമീമുദ്ദാരിയും കൂട്ടരും ഫഅതൈന അഖ്സൽ ഖറിയ, അവർ ആ ജസ്സാസ എന്ന രോമം കൂപം നിറഞ്ഞ പ്രത്യേക മൃഗത്തിന്റെ അടുക്കൽ നിന്ന് അവർ പോയി. അപ്പോ അവർ കണ്ടു, ഫഇദാ റജുലുൻ മൂസഖും ബിസിൽസില, ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെ അവിടെ അവർ കണ്ടു. അപ്പൊ ഫഖാല, അങ്ങനെ അവിടെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കുറച്ചുകൂടി അധികരിച്ച് കാണാൻ സാധിക്കും. അവരവിടെ കാര്യം സംസാരിക്കുകയും അപ്പോ ആ റജുൽ, ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ആ റജുൽ, മനുഷ്യൻ, ഫഖാല, അവൻ പറഞ്ഞു, ബലോട് ഈ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോടും സഹാബാക്കളും ചോദിക്കുകയാണ്, അഖ്ബിറൂനി അൻ ഐനി സുഗർ. സുഗർ എന്ന് പറഞ്ഞ ഷാമിലൊരു നാടാണ്. അവിടെയുള്ള അരുവിയെ കുറിച്ച് നിങ്ങൾ എനിക്ക് അറിയിച്ചു തരിക എന്ന്, അഥവാ ദജ്ജാലാണ്, ദജ്ജാൽ ചോദിച്ചു. അപ്പൊ ഖുൽന, തമീമുദ്ദാരിയും കൂട്ടരും പറഞ്ഞു, മൽ ആ തദ്ഫുഖു, അത് ആ ഐൻ നിറഞ്ഞിരിക്കുകയാണ്, വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ആ ആള് ചോദിച്ചു, ദജ്ജാൽ ചോദിച്ചു, അഖ്ബിറൂനി അനിൽ ബുഹൈറ. ബുഹൈറ എന്ന് പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും തൊബരിയ തടാകത്തെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. തൊബരിയ തടാകം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊന്നതിന് ശേഷം യഅ്ജൂജ് മഅ്ജൂജ് എന്ന ഒരു വലിയ സംഘം കടന്നു വരും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ ആ സംഭവം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ വലിയ ഫിത്ന ഉണ്ടാക്കിയ ഒരു ഖൗമായിരുന്നു യഅ്ജൂജ് വ മഅ്ജൂജ്. അങ്ങനെ അവരുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഖൗമ് ദുൽഖർനൈൻ എന്ന മനുഷ്യനോട് സഹായം തേടുകയും ആവശ്യപ്പെടുകയും ഇരുമ്പിനാൽ വലിയൊരു മതിൽക്കെട്ട് സ്ഥാപിക്കുകയും ചെയ്തു രണ്ട് മലകൾക്കിടയിൽ. അതിനുശേഷം ആ യഅ്ജൂജ് മഅ്ജൂജിന് ആ മതിൽക്കെട്ടുകൾ ചാടിക്കടന്ന് അപ്പുറത്തുള്ള രാജ്യക്കാരെ ആക്രമിക്കാൻ അവർക്ക് സാധിച്ചില്ല. ആ സംഭവം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഒരു കൽപ്പന വരുമ്പോ, അഥവാ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ആ യഅ്ജൂജ് മഅ്ജൂജ് സംഘങ്ങൾ ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ആ തൊബരിയ തടാകത്തിലൂടെ കടന്നു പോവുകയും അതിലെ മുഴുവൻ വെള്ളവും കുടിച്ചു തീർക്കുകയും ചെയ്യും. ഈ സംഭവങ്ങളൊക്കെ അലാമത്തുൽ കുബ്ര, ഖിയാമത്ത് നാളിന്റെ വലിയ അലാമത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ദജ്ജാൽ ചോദിച്ചത്, ആ തടാകത്തിൽ ഇപ്പോൾ വെള്ളമുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, ഖുൽന മൽആ, അത് നിറഞ്ഞു കിടക്കുകയാണ്, തദ്ഫുഖു, അത് വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖാല, അപ്പൊ ദജ്ജാൽ വീണ്ടും ചോദിച്ചു,
അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ അല്ലദീ ബൈനൽ ഉർദുൻ വഫിലസ്തീൻ. ഫലസ്തീനിനും ജോർദാനും ഇടയിലുള്ള ഷാമിലുള്ള ഒരു ഗ്രാമമാണ് ബൈസാൻ. ആ ബൈസാനുള്ള ഈത്തപ്പനയെ കുറിച്ചു, അതിന്റെ തോട്ടത്തെ കുറിച്ച് ദജ്ജാൽ ചോദിച്ചു. ഹൽ അത്അമ, അത് ധാരാളം ഫലങ്ങൾ നൽകുന്നുണ്ടോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു നഅം, അതെ. അപ്പൊ ഖാല പറഞ്ഞു അഖ്ബിറൂനി അൻ നബി ഹൽ ബുഅസ, നബിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക, അദ്ദേഹം നിയോഗിക്കപ്പെട്ടോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു അതെ നഅം. ഖാല, അപ്പൊ പറഞ്ഞു അഖ്ബിറൂനി കൈഫ അന്നാസു ഇലൈഹി, അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാ? ഖുൽനാ സിറാ, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ ദജ്ജാൽ ഒരു ചാട്ടം ചാടി എന്നാണ്, തന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചാട്ടം ചാടി എന്നാണ്. അവർ ചോദിച്ചു ഫമാൻ, ആരാണ് നീ? അപ്പൊ ഖാല പറഞ്ഞു അന ദജ്ജാൽ, ഞാനാണ് ദജ്ജാൽ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്ത് അനുസരിച്ച് ദജ്ജാൽ എവിടെയോ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. പല ആളുകളും പറയുന്നത് കാണാൻ സാധിക്കും, കിഴക്ക് ഭാഗത്തായിട്ട്, ഷാമിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് അവന്റെ പുറപ്പാട്. ഇറാനിലെ അസ്ബഹാനിൽ നിന്നും ധാരാളക്കണക്കിന് ജൂതന്മാർ അവന്റെ കൂടെ പുറപ്പെടുമെന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏതായാലും ദജ്ജാൽ അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ അവൻ പുറപ്പെടും. അപ്പൊ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്നത് ആ ദജ്ജാലാണ്. അവന്റെ ഫിത്നകൾ എന്തൊക്കെയാണെന്ന് ഹദീസുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഏറ്റവും വലിയ ഫിത്ന ഈ ദജ്ജാൽ ഉണ്ടാക്കാൻ പോകുന്ന ഫിത്നയാണ്. അപ്പൊ ആ ഫിത്നയിലൊക്കെ നമുക്ക് അടിയുറച്ച് ജീവിക്കണമെങ്കിൽ, അടിയുറച്ച് ഈമാനോടുകൂടി നിലകൊള്ളണമെങ്കിൽ ഈമാനുള്ള ആളുകളായി നമ്മൾ ജീവിക്കണം. ദുനിയാവിലെ ചെറിയ ഫിത്നകൾ വരുമ്പോഴേക്കും പേടിച്ചു പോകുന്ന ആളുകൾ നമ്മൾ മാറരുത്. ഖിയാമത്ത് നാൾ അടുത്തു വരാനിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മരണം അത് ദൂരത്തല്ല, അത് അടുത്താണ്. അപ്പോ ആ നിലക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. തിന്മകളുള്ള ആളുകളാണെങ്കിൽ അള്ളാഹുവോട് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഫിത്നകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് നാളെ പരലോകത്ത് ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാലും പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടത്. നമ്മൾ പറയാറുമുണ്ട്, വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നമ്മൾ എല്ലാ നമസ്കാരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫിത്നയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. ഖിയാമത്ത് നാളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി നമ്മൾ മാറണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്ത ആയത്തുകളെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചത്. പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ സാധിക്കും, അന്ത്യദിനത്തെ കുറിച്ചുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ താഴെയുള്ള ചെറിയ ചെറിയ സൂറത്തുകളിലൊക്കെ അന്ത്യദിനത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഖിറാഅത്ത് ചെയ്യുകയും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങാനും, തിന്മകൾ ഉണ്ടെങ്കിൽ ആ തിന്മകളിൽ നിന്ന് മടങ്ങാനും അള്ളാഹുവെ കുറിച്ചുള്ള ഒരു ഭയവും അവന്റെ മനസ്സിൽ ഉണ്ടാവാൻ അതൊരു കാരണമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ ഈ ഫിത്നകൾ വരാനിരിക്കെ ചെറിയ ഫിത്നകളിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഈമാൻ തകർന്നു പോകാൻ പാടില്ല. ദുനിയാവിന്റെ വല്ല സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ ദീനിനെ വിൽക്കുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിൽ ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിന്റെ ഫിത്നകളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് എന്ന് ഹദീസുകളിൽ ധാരാളം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എന്ത് പ്രയാസമുണ്ടായാലും, ഏത് സുഖങ്ങളായാലും ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്രത്തോളം നമുക്ക് അടുക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ അടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്.
പ്രയാസങ്ങൾ വരുമ്പോ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ ആമല ബിത്തഖ്വ വത്തഅ ഫി ഹാലി റഖാഇഹി, ഒരാൾക്ക് നല്ല ക്ഷേമമുള്ള അവസ്ഥയിലും അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി പെരുമാറിയാൽ ആമലഹു അല്ലാഹു ബിൽലുത്ഫി വൽ ഇആന ഫി ഹാലി ശിദ്ദ, അവന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സഹായവും അനുകമ്പയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടും പെരുമാറുമെന്നാണ്. അപ്പൊ സഹോദരന്മാരെ, ഏത് വലിയ ഫിത്നയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫിത്ന ഇല്ലാത്ത സമയങ്ങളിലും അല്ലാഹുവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ നിന്ന് ഹറാമുകൾ ഇല്ലാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത്. അപ്പോ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഗ്രഹണം കഴിഞ്ഞു, ഇനിയും ഗ്രഹണം വരുന്നു എന്ന് പറയപ്പെടുന്നു. അത് സംഭവിച്ചാൽ ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ നിന്നും നമ്മൾ മടങ്ങണം, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. മരണത്തെക്കുറിച്ചും ഖിയാമത്ത് നാളിനെ കുറിച്ചുമുള്ള ചിന്ത നമുക്കുണ്ടാവണം എന്നതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് ഇട്ടുതരുന്നത്. അതുകൊണ്ട് തഖ്വയുള്ള ആളുകളായി ഹറാമില്ലാതെ, ജീവിതത്തിൽ ഹറാമില്ലാത്ത രീതിയിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിലുള്ള ഫിത്നകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലും ദജ്ജാൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഏതായാലും ഫിത്നകളും പ്രയാസങ്ങളും പരീക്ഷണമുള്ള ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അവസാന കാലഘട്ടമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്, ഫിത്നകൾ വർദ്ധിക്കും. അത് ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട കാര്യമാണ്. ഫിത്നകൾ വർദ്ധിക്കും, കൊലകൾ വർദ്ധിക്കും, ഇതെല്ലാം ഉണ്ടാവും. നമുക്കറിയാം, അയൽവാസിയെ കൊല്ലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അയൽവാസിക്കപ്പുറം സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊല്ലാൻ ആളുകൾക്ക് മടിയില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പൊ കാലം ഖിയാമത്ത് നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സമയമായിട്ടുണ്ട്. തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൽ അടിയുറച്ചു മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏത് സമയത്തും നമ്മൾ ദുആ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ برحمتك من القوم الكافرين يا أرحم الراحمين. اللهم أنجِ المسلمين المستضعفين في كل مكان. اللهم ألق في قلوب الكفار الرعب وخالف بين كلمهم وأنزل عليك رجزك وعذابك وزدهم رعبا على رعبهم. اللهم زلزل أقدامهم وأنزل بهم بأسك الذي لا ترده عن القوم المجرمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أصلح ذات بينهم وألف بين قلوبهم واجعل قلوبهم على قلوب أخيارهم. وصلى الله على نبينا محمد وآله وصحبه وسلم.